എന്റെ 250 സങ്കടത്തിലെ ഞാൻ ഇറങ്ങിയത്. വളരെ എന്റെ തമ്പുരാനെ ഞാനും പറയേണ്ടി വരും. മോഹൻലാൽ പറയുന്നുണ്ട് എന്റെ തമ്പുരാനെ. അതേപോലെ തന്നെയാണ് നമ്മളെ അവസ്ഥ. നമ്മളെ പൈസ പോയി ലാലേട്ടാന്ന് പറയേണ്ടി വരും. പക്ഷെ ഈ പടം എബോ ആവറേജ് തന്നെയാണ്. കാര്യം അവർ ടാർഗറ്റ് ചെയ്തിരുന്നത് കുട്ടികളെയും അങ്ങനെയുള്ള ക്ലാസ്സിനെ തന്നെ ആയിരുന്നത് കൊണ്ട് എനിക്ക് അല്ല തന്നെ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് പ്രായമുള്ളവർക്ക് പോലും ഇഷ്ടപ്പെട്ടിരുന്നു ഫസ്റ്റ് ഹാഫ്. റൂസ് പടം കണ്ടു അല്ലെ? ഇപ്പൊ നമ്മ എന്താണ് വാർത്ത? കൊച്ചു ടി വി എടുത്തേ എല്ലാതുണ്ട്. കൊച്ചു ടി വിന്റെ തന്നെ ഇത്. കൊച്ചു ടിവിയിൽ കാണേലും പണ്ട് അങ്ങനെ സാധനം ഉണ്ടായി. ബാലവീരൻ എന്ന് പറഞ്ഞൊരു അതേമാതിരി മികച്ച ഒരു അല്ലെ ഒരു ഫാമിലി എന്റർടൈൻമെന്റ്. ഫാമിലി ഒന്നല്ല, ഇത് മറ്റേ പിള്ളേരെ എടുത്തിട്ട് ഫാമിലിക്കാരെന്നാക്കട്ട്. അതുകൊണ്ടൊക്കെ കൊച്ചു ടി വി എടുത്തേ, മനസ്സിലായോ? മറ്റേ കിഡ്സിനെ എന്റർടൈൻ ചെയ്യും. മറ്റേ ഫാമിലി വന്ന അച്ഛനമ്മ ഇങ്ങനെ കൈ കൊടുക്കും അല്ലെ? പിള്ളേര് പോയി കാണാം അല്ലെ? 18 മേലില്ലാതെ കൊച്ചു കൊച്ചു മൈൻഡല്ലാണെങ്കിൽ പോവാല്ലേ? പിള്ളേരെ മൈൻഡ് കാർട്ടൂൺ ഇഷ്ടമുള്ളായിരിക്കും. പക്ഷെ ഒരുപാട് നല്ല പടം. നല്ല ഇത് മോശം പോലെയൊക്കെയല്ല, മോശം നല്ല പടങ്ങളുണ്ട്. മറ്റേ ഇടി അല്ലേ ഈ കണ്ടതില്ലേ, മോഹൻലാലിൻ്റെ പുതിയൊരു ഫിലിമാണ് ബറൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു പ്രേക്ഷകൻ പറഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, മോഹൻലാലിൻ്റെ ബറൂസ് എത്തിക്കഴിഞ്ഞു. എത്ര പേര് കണ്ടു എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല പടം. പക്ഷേ ഞാൻ അതിൻ്റെ ട്രെയിലറും റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടു. അത് ബേസിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് കാണും, ഉടനെ തന്നെ കാണും. ഓക്കെ, അപ്പോൾ ബറൂസ് ഇറങ്ങി ഏകദേശം 1650 ദിവസം ഇതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻലാലാണ്, അതായത് നമ്പർ 1 സൂപ്പർ സ്റ്റാർ. ഓക്കെ, മോഹൻലാലിൻ്റെ ആദ്യത്തെ സംവിധാനം ചെയ്ത പടമാണ് കേട്ടോ. ഈ പടത്തിനെ കുറിച്ച് ഒരു ആൾ പറഞ്ഞു, അതായത് ഈ പ്രേക്ഷകർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഒരു പ്രേക്ഷകൻ പറഞ്ഞിട്ടുള്ള കാര്യം, പൈസ പോയി എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ പല ആൾക്കാർക്കും ഇതേ അഭിപ്രായമുണ്ട്, പൈസ പോയി എന്നുള്ള അഭിപ്രായം. ഈ സിനിമ കണ്ട് എൻ്റെ ക്യാഷ് പോയി, വേസ്റ്റായി പോയി എന്നുള്ള അഭിപ്രായമാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോഹൻലാൽ ഇതിന് ഒരിത് കൊടുത്തിട്ടുണ്ട്, റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഭാഗത്തുള്ള ഒരു റിപ്ലൈ ഉണ്ട് മാധ്യമങ്ങളോട്. അത് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഞാൻ സംസാരിക്കാം. എല്ലാവർക്കും സ്വാഗതം. ഏതാണ്ട് 1650 ദിവസങ്ങളോളം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ 1650 ദിവസത്തിന് ശേഷം എനിക്കാണ് മോക്ഷം കിട്ടിയിരിക്കുന്നത് ബറോസിന്. ഇത് വളരെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്കും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാരിലെ കുട്ടികൾക്കും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു 40 വർഷത്തിന് ശേഷമാണ് ഒരു 3D ഫിലിം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ പറയുന്നത് നേറ്റീവ് 3D ഷോട്ട് വിത്ത് സ്റ്റീരിയോ ലെൻസസ് എന്നാണ്. അപ്പൊ അതിന്റെ എല്ലാ ഘടനകളും വേറെ രീതിയിലാണ്. അത് ഷൂട്ട് ചെയ്യുന്ന രീതി, അതിന്റെ സൗണ്ട് സ്കേപ്പ് എല്ലാം. അപ്പൊ അങ്ങനെ ഒരു മനസ്സോടു കൂടിയാണ് ഈ സിനിമ കാണേണ്ടത്. അപ്പൊ അതായത് നമ്മള് മറ്റേ കാണുന്ന സിനിമയുടെ പേസിലല്ലേ ഈ സിനിമ. അങ്ങനെ ഈ സിനിമ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഉള്ള പാനുകള്, ടിൽറ്റപ്പ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കട്ടിങ്, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഈ കാണുന്ന ആൾക്കാർക്ക് തലവേദന ഉണ്ടാകാം, നോസിയ ഉണ്ടാകാം, ഡിസോറിയന്റ് ഉണ്ടാകാം. അതുകൊണ്ട് കാണികൾ, വ്യൂവേഴ്സിന്റെ മനസ്സറിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നവരൊക്കെ തന്നെ വളരെ പ്രസിദ്ധരായ ആൾക്കാരാണ്, പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആള്, അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആള്, പിന്നെ സന്തോഷ് ശിവനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. പിന്നെ ലിഡിയൻ നാദശ്രീയാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിതൊരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിം ആയതുകൊണ്ട് വളരെ ചെറുപ്പക്കാരനായ, അയാൾക്കത് 13 വയസ്സേ ഉണ്ടായിരുന്നു. ഏതാണ്ട് 6 വർഷം മുമ്പാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു മനസ്സുള്ള ഒരാളുടെ മ്യൂസിക് വേണമെന്ന് വിചാരിച്ചിട്ടാണ് അയാളെ കൊണ്ട് ചെയ്തിരിക്കുന്നത്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കങ്ങനെ ഒരു വലിയ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു നിയോഗം പോലെ വന്ന് പെട്ടതാണ്. നവോദയയിൽ നിന്ന് തന്നെയാണ് തുടക്കം. എൻ്റെ സിനിമ തുടങ്ങിയിരിക്കുന്നത് നവോദയയിൽ നിന്നാണ്.
ഇപ്പൊ ഇങ്ങനെ ഒരു ഡയറക്ഷനും തുടങ്ങിയിരിക്കുന്നത് നവോദയയിൽ നിന്നാണ്. അന്ന് അദ്ദേഹത്തിന് ആ സിനിമ ചെയ്യേണ്ട വേറൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു സിനിമ ആര് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇത് വളരെ റെയറായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 40 വർഷമായിട്ട് ആരും ചെയ്യാത്തൊരു കാര്യം, എല്ലാ രീതിയിലും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പൊ അതിന് നമുക്ക് വളരെയധികം ആൾക്കാർ കൂടെ ഉണ്ടായി. ആ സിനിമയിൽ, ആദ്യത്തെ സിനിമയിൽ വർക്ക് ചെയ്ത് തന്നെ ഒരു ടെക്നിക്കൽ ഡയറക്ടറായിട്ട് മിസ്റ്റർ ടി കെ രാജീവ് കുമാർ എൻ്റെ കൂടെ വർക്ക് ചെയ്തു. അങ്ങനെ അതിലെ പാട്ട്, അതിലെ സൗണ്ട്, പിന്നെ നമ്മൾ ആ മ്യൂസിക്കിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇതിന്റെ ഷോട്ടുകൾ എടുത്തിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഒരു കേരളത്തിൽ നിന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദിയിലൊക്കെ ഡബ് ചെയ്തൊരു സിനിമ പോകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം അതാത് ഭാഷയിൽ സെൻസർ ചെയ്യണം. ഇത് ഈ സിനിമയുടെ പിന്നെ വിജയത്തെ അനുസരിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ഭാഷകളിൽ ഇത് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ആയാലും സ്പാനിഷ്, പോർച്ചുഗീസ്, അല്ലെങ്കിൽ റഷ്യൻ, ഇതിനൊക്കെ. ഇതിലധികം ഇന്ത്യൻ ആക്ടേഴ്സ് വളരെ കുറവാണ്, എല്ലാം പുറത്തുനിന്നുള്ള ആക്ടേഴ്സാണ്. എന്തിനും ഇങ്ങനെ ഒരു സിനിമ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇത് ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഒരു പ്രാവശ്യം മാത്രം ചെയ്യാത്തതാണ്, വേറൊരാൾ ചെയ്താൽ രണ്ടാമത്തെ പ്രാവശ്യം. അപ്പൊ അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്, ഒരു ബ്ലെസ്സിങ് ആണ്. ഞാൻ പിന്നെ വിചാരിച്ചു 47 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ പ്രേക്ഷകർ നൽകിയ സ്നേഹവും ആ റെസ്പെക്റ്റും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം പോലെ എനിക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഏറ്റവും ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫിലിം ഉണ്ടാക്കാം, ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ച് ഇതിന് ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഉള്ളൊരു പ്ലാനൊന്നും അല്ല. എന്തായാലും നിങ്ങളുടെ ഒക്കെ ഒരു അനുവാദത്തോടു കൂടിയും ആശീർവാദത്തോടു കൂടിയും ഈ സിനിമ നന്നായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിനിമ തുടങ്ങാൻ സമയമായി. താങ്ക് യു. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പടം കുട്ടികളെ ഉദ്ദേശിച്ചിട്ടും ഫാമിലി ഉദ്ദേശിച്ചും ചെയ്തിരിക്കുന്ന 3D പടമാണ്. അതായത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര ഒരു 3D പടം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മൈഡിയർ കുട്ടിച്ചാത്തനാണോ, അതല്ല ലാസ്റ്റ് മൈഡിയർ കുട്ടിച്ചാത്തൻ പറഞ്ഞ 3D മൂവിക്ക് ശേഷം വേറൊരു മൂവി വന്നിട്ടുണ്ട്, മാജിക് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ 3D പടമായിട്ടുള്ള ബറൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ആനിമേഷനാണ്. കുട്ടികൾക്ക് ആ കണ്ണാട വെച്ച്, നമ്മൾ പണ്ടൊരു കണ്ണാട ഉണ്ടായിരുന്നു, സ്പെക്സ്, അത് വെച്ചിട്ടാണ് ഈ സിനിമ കാണുക. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഇടിക്കുന്നതും അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ വരുന്നത് മൊത്തം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അത് നമ്മളെ, അതായത് ആ ഇതിലൂടെ പോകുന്ന പോലെ നമ്മൾ അടുത്തോട്ട് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു വേറെ വൈബാണ് കേട്ടോ. അതാണ് തിയേറ്ററിൽ പോയിരുന്ന് കാണണം 3D പടങ്ങൾ എന്ന് പറയുന്നത്, കണ്ണാടൊക്കെ വെച്ചിട്ട്. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുണ്ടല്ലേ, മൈഡിയർ കുട്ടിച്ചാത്തൻ ഉൾപ്പെടെ സിനിമ അങ്ങനെയാണ്, ആ കണ്ണാട വെച്ച് കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ ഡിഫറെൻ്റാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കുട്ടികളെ ആകർഷിക്കാനുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബറൂസ് എന്ന മൂവി. കുട്ടികൾ തന്നെ പല ആൾക്കാരും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്കെതിരെ. കുട്ടികൾ തന്നെ പലരും ഈ സിനിമ പോരാ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ഞാൻ കണ്ടു, അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ പക്ഷേ ഇതിൽ കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, കാരണം അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. മോഹൻലാലിൻ്റെ പല രീതിയിലുള്ള വേഷങ്ങൾ ഞാൻ ഈ സിനിമയിൽ ട്രെയിലറിൽ കണ്ടു. അപ്പോൾ അതൊക്കെ ഒരുപാട് കുട്ടികളെ ആകർഷിക്കുന്നതാണ്, പല രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. അപ്പം ഇതിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഒരു സാധാരണ ഇപ്പോൾ ഒരു മോഹൻലാലിൻ്റെ പടം ഇറങ്ങുമ്പം പ്രേക്ഷകർക്ക് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നരസിംഹം, ആറാം തമ്പുരാൻ, രാവണപ്രഭു, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ ഇറങ്ങിയ കുറേ മൂവീസ്, ലൂസിഫർ, അങ്ങനെയുള്ള കുറേ മൂവീസിൻ്റെ ഇതിലെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ പോയി കാണുക. ലാലേട്ടൻ്റെ പടമാണ്, അപ്പോൾ ഭയങ്കര ഹൈപ്പായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും, ഒരുപാട് അടി ഉണ്ടാവും, ഫൈറ്റ് ഉണ്ടാവും, ഭയങ്കര അധികം ഒരു മാസ് ലുക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ആക്ഷൻസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഈ സിനിമയുടെ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ നോക്കി സിനിമ കാണാൻ പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം ഇങ്ങനൊരു സാധനം മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ സിനിമ കാണാൻ പോകാൻ, എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ട്രെയിലറും കാര്യങ്ങളും കാണുക. പിന്നെ ഇങ്ങനെ 3D പടമാണ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എന്നുള്ള രീതി ചിന്തിച്ച് പോയി കണ്ടു കഴിഞ്ഞാൽ ഈ പടം സൂപ്പറാണ്. അല്ലാതെ ഈ പടത്തിനെ കുറിച്ച് ഒന്നും അറിയാതെ പോയി മോഹൻലാലിൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ട്, പോയി കാണാം എന്ന് വിചാരിച്ച് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഈ സിനിമ ഒരുപാട് 3D കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരുപാട്, ഏകദേശം 50 കോടിയോളം ഈ സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അപ്പം വെറുതെ മോഹൻലാൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് 50 കോടി ചിലവാക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇതിലെന്തെങ്കിലും ഒരു സംഭവം കാണും ഇല്ലേ. അപ്പം അത് എനിക്ക് മനസ്സിലായ കാര്യം, ഒരു 3D എഫക്റ്റ്, അത് ഇപ്പോഴത്തെ കാലത്ത് മൊത്തം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആനിമേഷൻസ് കാര്യമൊക്കെ ഉള്ളത് കാരണം ഇങ്ങനെ സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. ഇതൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ സാധാരണ സിനിമ ചെയ്യുന്ന പോലെ മോഹൻലാലിന് ചെയ്യാമായിരുന്നു.
അല്ലേ? സാധാരണ ഇപ്പോൾ എത്ര ഫിലിംസ് ഉണ്ടെങ്കിൽ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു 3Dക്ക് ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആനിമേഷൻസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റിസ്ക്കും കാര്യങ്ങളും കൂടും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഫാമിലിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് പറയുന്നത്. ഒരുപാട് കുട്ടികൾ ഈ സിനിമ വന്ന് കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ സിനിമകളൊന്നും കുട്ടികൾക്ക് പ്രതിപാദിച്ചുള്ള ഫിലിംസൊന്നും അധികം ഇല്ല. എല്ലാവരും വലിയവർക്കുള്ള ഫിലിംസ് അധികം നമ്മൾ കാണാറുള്ളൂ അല്ലേ? കുട്ടികൾക്കുള്ള ഫിലിംസ് ഏതാണുള്ളത്? കാർട്ടൂൺ ചാനൽ അല്ലെങ്കിൽ കാർട്ടൂണുമായി ബന്ധപ്പെട്ടല്ലാതെ ഞാനൊന്നും നിലവിൽ കണ്ടിട്ടില്ല. ഉണ്ടാവും ചെറുതായിട്ടൊക്കെ പറഞ്ഞ മൈഡ് കുട്ടിച്ചാത്തൻ, മാജിക് അങ്ങനത്തെ 3D അതല്ലാതെ പിന്നീട് കുട്ടികളെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിലിംസോ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫിലിംസോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു അവരെ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമായിട്ട് എനിക്കിത് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഓരോരുത്തർ ഇപ്പോൾ ഓരോ വിഭാഗക്കാർക്ക് ഇപ്പോൾ കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, ഇന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു കാറ്റഗറൈസ് ചെയ്യുമല്ലോ. അതുപോലെ ഒരു കാറ്റഗറൈസ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുള്ളൊരു ഫിലിം അതിൽ ഭയങ്കര അധികം നല്ലതായിട്ട് എനിക്ക് തോന്നി. മോഹൻലാലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, പേഴ്സണലി തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഇൻറ്റൻഷൻ വേണം. നമ്മൾ സിനിമ കാണാൻ പോകുമ്പം ഇത് 3D പടമാണ്, ഇതിങ്ങനെയാണ് എന്നുള്ള ആ ചിന്ത വെച്ചിട്ട് നമ്മൾ സിനിമ കാണാൻ പോവുക. അപ്പോൾ നമുക്ക് സിനിമ നന്നായിട്ട് തോന്നും. അല്ലാതെ നമ്മളൊന്നും അറിയാതെ പോയിരുന്ന് അതിൻ്റെ 250 പോയി 350 പോയി പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ പ്രേക്ഷകർ പല ആൾക്കാരും ഇതിനെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് ഞാൻ കണ്ട കാര്യം. ഓക്കെ, അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ സിനിമയെ കുറിച്ച്. സിനിമ ഞാൻ കണ്ടിട്ടില്ല, സിനിമ കാണും. ഓക്കെ, സ്കൂളൊന്നും പറയാനില്ല. അപ്പോൾ ബറൂസിൻ്റെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.